92 സങ്കീർത്തനം 13 വാക്യം. 92:13 സങ്കീർത്തനം. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ മതി. സ്തോത്രം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് ഇന്ന് മുതൽ വായിച്ചത്. ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ നടുതലയായവർ എന്ത് ചെയ്യും? തഴയ്ക്കും. ദൈവം തഴയ്ക്കും. നടുതലയായവർ തഴയ്ക്കും. സ്തോത്രം. ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും എന്ന് പറഞ്ഞതിന്റെ അകത്ത് ഒരാത്മീയ വെളിപ്പാട്. 2, ആരാണ് ഈ നടുതലയായ? എന്താണ് ഈ നടുതല എന്ന് പറയുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങളെ ഒന്ന് പഠിപ്പിച്ച് പ്രാപിക്കാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുക. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. നമുക്കറിയാം, ഈ 90 സങ്കീർത്തനങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 5 പുസ്തകമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. 5 പുസ്തകം പഞ്ചഗ്രന്ഥമായിരിക്കുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, ആവർത്തന പുസ്തകവും സംഖ്യാപുസ്തകവുമായിട്ട് ചേർത്ത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും ഒരു തുടരാവർത്തനം പോലെ എടുക്കാതെ 92 സങ്കീർത്തനം എന്ന് പറയുന്നത് അതിന്റെ ശീർഷകത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്കുകൾ ഒന്ന് വായിക്കാം. ശബത്ത് മതി. ശബത്ത് നാൾക്കുള്ള ഒരു ഗീതം. പഴയ നിയമകാലത്ത് യഹൂദന്മാർ ദൈവാലയത്തിൽ ആരാധനയ്ക്കായി വരുമ്പോൾ അവർ പാടിയ ഒരു ഗീതമാണ് 92 സങ്കീർത്തനം. നീങ്ങി 92 സങ്കീർത്തനം എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ മധ്യ പൂർവേഷ്യൻ, അതായത് മിഡിൽ ഈസ്റ്റുമായി അതിന്റെ ഭൂപ്രകൃതിയുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഈ സങ്കീർത്തനത്തിലെ വാക്യശകലങ്ങളെ നമുക്ക് ഒത്തുവെച്ച് പഠിക്കാൻ പറ്റും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനിയും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം രചിക്കുമ്പോൾ അക്കാലത്ത് യെരുശലേം ദൈവാലയം അല്ലെങ്കിൽ സമാഗമന കൂടാരം എന്ന് പറയുന്നത് 3 വിധത്തിലാണ് അതിനെ വേർതിരിച്ചിരിക്കുന്നത്. 1 പ്രാകാരമെന്നും, 2 വിശുദ്ധ സ്ഥലമെന്നും, 3 അതിവിശുദ്ധ സ്ഥലമെന്നുമാണ് വേർതിരിക്കുന്നത്. ഇതിൽ പ്രാകാരം എന്ന് പറയുന്നത് ഈ ദൈവാലയത്തിന്റെ പുറമെ ഒരു വലിയ മതിലുണ്ട്, വേലിയുണ്ട്, ഒരു സംരക്ഷണ കവചം ഈ സമാഗമന കൂടാരത്തിന്റെ ചുറ്റുമുണ്ട്, അല്ലെങ്കിൽ ദൈവാലയത്തിന്റെ ചുറ്റുമുണ്ട്. അതിന്റെ അകത്ത് പ്രാകാരമെന്ന് പറയുന്ന സ്ഥലം ആ ദൈവാലയത്തിന്റെ സമാഗമന കൂടാരത്തിന്റെ മുൻവശങ്ങളായിരിക്കുന്ന മുറ്റങ്ങളെയാണ് പറയുന്നത്. സ്തോത്രം. അന്നത്തെ കാലത്ത് ഒലിവ് വൃക്ഷങ്ങളും പനയും ഈ പ്രാകാരങ്ങളിൽ നട്ട് പിടിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ദൈവാലയത്തിന്റെ വിശാലമായ തിരുമുറ്റത്ത്
പ്രാകാരങ്ങളുടെ ആ കേന്ദ്രത്തിൽ സ്തോത്രം ഒലിവിന്റെ വൃക്ഷങ്ങളും പന പോലത്തെ വൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്തിനാ ചോദിച്ചാൽ അവിടെ വരുന്ന ദൈവമക്കൾക്ക് അതൊരു തണലാണ്. എന്താണ്? തണല. ഹല്ലേലൂയ. ചുറ്റുമുള്ള കടുത്ത മരുഭൂമിയുടെ വരൾച്ചയിലും പ്രതികൂല കാലാവസ്ഥയിലും ദൈവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ നിലനിൽക്കുന്നു എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ദൈവാലയത്തിന് പുറത്ത് ഉള്ള വൃക്ഷങ്ങൾ മരുഭൂമിയിലെ കഠിനമാകുന്ന ചൂടിലും പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും അതിന്റെ നിലനിൽപ്പ് ദോഷകരമായി മാറുമ്പോൾ ദൈവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ തിരുമുറ്റങ്ങളിൽ നട്ടിരിക്കുന്ന വൃക്ഷങ്ങൾ ഹല്ലേലൂയ അത് നിലനിൽക്കുന്ന ഒരു ചിത്രം ഈ സങ്കീർത്തനത്തിൽ കൂടെ സങ്കീർത്തനക്കാരൻ വരച്ചു കാണിക്കുകയാണ്. ആമേൻ. ഇതിന്റെ അകത്ത് എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദുഷ്ടന്മാരും നീതിമാന്മാരും തമ്മിലുള്ള വ്യത്യാസം. ദുഷ്ടന്മാരും നീതിമാന്മാരും തമ്മിലുള്ള വ്യത്യാസം. അവരെ കുറിച്ച് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു: ദുഷ്ടൻ പെട്ടെന്ന് ഒരു പുല്ല് പോലെ വളരും, അല്ലെങ്കിൽ മുളയ്ക്കും. എങ്ങനെ? പെട്ടെന്നൊരു പുല്ല് മുളച്ചു വരുന്നത് പോലെ ദുഷ്ടൻ മുളയ്ക്കും. എന്നാൽ ഒരു ശക്തിയേറിയ വെയില് വെളിപ്പെട്ടു വരുമ്പോ മുളച്ചതിനെക്കാട്ടിലും വേഗത്തിൽ അത് വാടി കരിഞ്ഞു പോകും. ഇതുപോലാണ് ദുഷ്ടൻ എന്ന സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നത്. രണ്ട് നീതിമാനെ കുറിച്ച് പറയുന്നത്, നീതിമാൻ പെട്ടെന്ന് വളരത്തില്ല. നീതിമാൻ പെട്ടെന്ന് വളരത്തില്ല. സ്തോത്രം ചെയ്യുന്നു. നീതിമാൻ പെട്ടെന്നല്ല വളരുന്നത്, പക്ഷേ നീതിമാന്റെ നിലനിൽപ്പ് അത് ദൈവാലയത്തിന്റെ തിരുമുറ്റങ്ങളിൽ നട്ടിരിക്കുന്ന വൃക്ഷത്തിന് തുല്യമാണെന്നാണ് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാലയത്തിന്റെ തിരുമുറ്റങ്ങളിൽ നിൽക്കുന്ന ഒലിവ് പന വൃക്ഷങ്ങളെ പോലെ ഹല്ലേലൂയ നീതിമാന്മാർ തഴച്ചു വളരും. ഹല്ലേലൂയ. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? അപ്പൊ ദുഷ്ടന്മാരെ കുറിച്ചും നീതിമാന്മാരെ കുറിച്ചും വേർതിരിച്ചുള്ള ഒരു ചിത്രം 92-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്ക് ദൃശ്യമായി കാണാൻ പറ്റും. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഹല്ലേലൂയ, ദുഷ്ടന്മാരുടെ വളർച്ച ഒരു പുല്ലിന് സമമാണ്. എന്താണ്? ഒരു പുല്ലിന് സമമാണ്. അവർ വേഗത്തിൽ വളരും. അവരുടെ വളർച്ച വേഗത്തിലായിരിക്കും. എന്നാൽ ഇന്ന് പകൽ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്: വേഗത്തിൽ വളരുന്നത് വേഗത്തിൽ തന്നെ വാടിപ്പോകുന്ന ഒരു കാഴ്ചയുണ്ട്. എന്നാൽ നീതിമാന്മാരുടെ പ്രത്യേകത, അവരുടെ വളർച്ച സാവധാനമായിരിക്കും. എന്നാൽ ദൈവാലയത്തിന്റെ തിരുമുറ്റങ്ങളിൽ കരുത്തോടൊണിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ, പന പോലെ അവർ തകർന്നു പോകത്തില്ല. അവര് തകർന്നു പോകത്തില്ല. ഇന്നു പകൽ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ദൈവത്തിന്റെ പ്രിയ മക്കളെ, നമ്മുടെ വളർച്ച വേഗത്തിലല്ല, നമ്മുടെ വളർച്ച കരുത്തുറ്റ വളർച്ചയാണ്. തിരിച്ചറിയണം.
തിരിച്ചറിയണം. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടൊരു ദൂതാണ്. പ്രാർത്ഥിക്കുന്നവന്റെ വളർച്ച, ആരാധിക്കുന്നവന്റെ വളർച്ച, ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നവന്റെ വളർച്ച, ദൈവവുമായിട്ട് ബന്ധമുള്ളവന്റെ വളർച്ച വേഗത്തിലായിരിക്കത്തില്ല. ഒരു പക്ഷേ അവനൊന്ന് വളർന്നു വരാൻ കാലതാമസങ്ങൾ എടുത്താലും, അവന്റെ വളർച്ച താമസം എടുത്താലും, അല്ലെങ്കിൽ ആ വളർച്ചയ്ക്കകത്തൊരു കരുത്തോട്ട്. സ്വതന്ത്രം കരുത്തുറ്റ വളർച്ചയുടെ പ്രത്യേകത, അതിനെ തകർക്കാൻ കൊടുങ്കാറ്റിന് കഴിയത്തില്ല. അതിനെ തകർക്കാൻ ശക്തിയേറിയ ചൂടിന് കഴിയത്തില്ല. ഇന്നു പകൽ ദൈവത്തിന്റെ ആത്മാവ് നിയോഗിക്കുന്നത് കൊണ്ട് ഞാൻ വിളിച്ചു പറയാ, ഹല്ലേലൂയ. നിന്റെ വളർച്ച കരുത്തുറ്റ വളർച്ചയാണെങ്കിൽ, നിന്റെ വളർച്ച കരുത്തുറ്റ വളർച്ചയാണെങ്കിൽ, നിന്റെ വളർച്ച കരുത്തുറ്റ വളർച്ചയാണെങ്കിൽ, ഒരു കൊടുങ്കാറ്റിനും അതിനെ തകർക്കാൻ കഴിയത്തില്ല. ഒരു കാഠിന്യമേറിയ ചൂടിനും അതിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഇന്നു മകൾ തിരിച്ചറിയണം, ദൈവത്തെ ആരാധിക്കുന്നവരുടെ വളർച്ച വേഗത്തിലല്ല, കരുത്തുറ്റ വളർച്ചയാണ്. തിരിച്ചറിവുണ്ടാകും. പല വിഷയവും പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ അതിന്റെ അകത്ത് വീണ്ടും പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ നിന്നെ കരുത്തുള്ളതാക്കി മാറ്റുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവത്തിന് ഒറ്റ നിമിഷം കൊണ്ട് മറുപടി തരത്തില്ലേ? ഒറ്റ വാക്കിൽ ഈ ഭൂമിയോട് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ഒറ്റ വാക്കിൽ മറുപടി തരാം. പക്ഷെ ദൈവം അത് ചെയ്യാത്തത് നീ കരുത്തുറ്റതായി മാറണം. സ്തോത്രം ചെയ്യുക. അപ്പോൾ ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കണം. അവസാനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമക്കളുടെ വളർച്ച അത് വേഗത്തിലല്ല, പക്ഷേ അവരുടെ വളർച്ച കരുത്തുറ്റതായിരിക്കും. സ്തോത്രം. ഇനിയും ഞാൻ വിഷയത്തിലേക്ക് വരാം. ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് പ്രാകാരത്തിൽ തഴയ്ക്കുക എന്ന് പറയും. അത് പറഞ്ഞതിന് ശേഷം ഞാൻ നടുതല അതിലേക്ക് വരും. എന്താണ് പ്രാകാരത്തിൽ തഴയ്ക്കുക? അത് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ. ദൈവാലയത്തിന് ചുറ്റുമുള്ള വലിയ മുറ്റങ്ങളിൽ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന്റെ വചനം കേൾക്കാനും ജനം വന്ന് കൂടും. സ്തോത്രം. അവര് കൂടി ഒത്തിരിക്കുന്ന ഇടത്തെയാണ് പ്രാകാരമെന്ന് വിളിക്കുന്നത്. സ്തോത്രം ചെയ്യുക. ഈ പ്രാകാരത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വൃക്ഷങ്ങൾ, ചെടികൾ നട്ടുപിടിപ്പിക്കും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിന് ചുറ്റും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വേലിയുണ്ട്. ഇതിന് ചുറ്റും എന്തുണ്ട്? വേലിയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രാകാരത്തിന്റെ അകത്ത് തഴയ്ക്കുന്ന ഈ വൃക്ഷം, ഈ വൃക്ഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വൃക്ഷം അതിന്റെ മുഴുവൻ അനുഭവവും നൽകുന്ന വൃക്ഷം. എന്റെ ഭാഷ പറഞ്ഞാൽ ആ വൃക്ഷത്തിന്റെ എല്ലാ സൗന്ദര്യവും ആ വൃക്ഷം പ്രകടിപ്പിക്കും. ആ വൃക്ഷത്തിലൂടെ കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകാൻ ഞാൻ പറയാം. ഒരിക്കൽ യേശു കർത്താവ് അത്തിയുടെ അടുത്ത് ചെന്നു. ഇലകൾ കൊണ്ട് നിറഞ്ഞ അത്തിയുടെ അടുത്ത് കർത്താവ് ചെന്നപ്പോൾ ഒരു ഫലം പോലും ഇല്ല. അത്തിയെ ശാസിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ സാരം, അത്തിയിൽ ഇലയുടെ ഒരു വലിയ അനുഭവം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ അകത്ത് ഫലമുണ്ടെന്ന അർത്ഥം. അത് പ്രതീക്ഷിച്ചാണ് ക്രിസ്തു അത്തിയുടെ അടുത്ത് വന്നത്. പക്ഷെ ഇലയുണ്ട്, പക്ഷെ എന്തില്ല? ഫലമില്ല. അതിന് വേറൊരു ചരിത്രമുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ കണ്ട കാഴ്ചയിൽ
അത്തിക്കിലയുണ്ട്, പക്ഷെ അടുത്ത് ചെന്നപ്പോൾ എന്തില്ല? ഫലമില്ല. ഹല്ലേലൂയ. ഇതുപോലല്ല ദൈവാലയത്തിന്റെ തിരുമുറ്റത്തുള്ള വൃക്ഷം. ദൈവാലയത്തിന്റെ തിരുമുറ്റത്ത് പ്രാകാരത്തിലുള്ള വൃക്ഷം, ആ വൃക്ഷം എല്ലാവിധ അനുഭവങ്ങളും കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്ന വൃക്ഷമാണ്. സ്തോത്രം. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എന്ന് പറഞ്ഞാൽ ഇലകൾ വാടാതെ, എന്താ? ഇലകൾ വാടാതെ പച്ചിപ്പോടെ പുതിയ ശാഖകൾ വിരിഞ്ഞ് അല്ലെങ്കിൽ നിൽക്കുന്നതിനെയാണ് തഴയ്ക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. തഴയ്ക്കുക എന്ന് പറയുന്നത് ഇലവാടാതെ പച്ചിപ്പോടെ ഫലം പുറപ്പെടുവിച്ച് പുതിയ ശാഖകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ഹല്ലേലൂയ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരനുഭവത്തിൽ നിൽക്കുന്ന വൃക്ഷത്തെ നോക്കിയാ പറയുന്നത് അത് തഴച്ചു. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയെങ്കിൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുക, പ്രാകാരത്തിൽ തഴയ്ക്കുന്ന വൃക്ഷം പോലെ. ഇതാരെ കുറിച്ചാ പറയുന്നേ? പ്രാകാരത്തിൽ തഴയ്ക്കുന്ന വൃക്ഷം പോലെ. ഞാൻ അടുത്ത ഭാഗം അതിലേക്കാ വരുന്നത്. അങ്ങനെ ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞോണം, പ്രാകാരത്തിൽ തഴയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൽ തഴയ്ക്കുക എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഇന്ന് പകൽ തിരിച്ചറിയണം കേട്ടോ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ വേലി കെട്ടിയതിന്റെ അകത്ത് തിരുമുറ്റങ്ങളിൽ പ്രാകാരങ്ങളിൽ നട്ടിരിക്കുന്ന വൃക്ഷം അത് വെറും ഒരു വൃക്ഷമായി നിങ്ങൾ കാണരുത്. ആ വേലിക്കകത്തു വരെ വ്യാപരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. വ്യാപരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. ഞാൻ അതാ മുമ്പേ പറഞ്ഞ, കൊടുങ്കാറ്റടിച്ചാലും കാഠിന്യമേറിയ ചൂടിന്റെ ആഘാതം ഉണ്ടായാലും ദൈവാലയത്തിന്റെ തിരുമുറ്റങ്ങളിൽ നിൽക്കുന്ന വൃക്ഷത്തിന് ഒരു പരുക്കും പറ്റത്തില്ല. ഇന്ന് പകൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കുന്ന വൃക്ഷം, ദൈവ സംരക്ഷണത്തിന്റെ അകത്ത് നിൽക്കുന്ന വൃക്ഷം, ആ വൃക്ഷം തഴയ്ക്കുക തന്നെ ചെയ്യും. അതിനെ തകർത്തു കളയാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അതിനെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നീ എവിടാ നിൽക്കുന്നത്? നീ എവിടാ നിൽക്കുന്നത്? ഈ ദൂതിന്റെ മുൻപിൽ ഒന്ന് ആലോചിക്ക്. നീ ദൈവാലയം പുറത്താണോ നിൽക്കുന്നത്? നീ വേലിക്ക് പുറത്താണോ നിൽക്കുന്നത്? അതോ നീ വേലിക്കകത്താണോ നിൽക്കുന്നത്? നീ സാന്നിധ്യത്തിന് പുറത്താണോ നിൽക്കുന്നത്? നീ സാന്നിധ്യത്തിനകത്താണോ നിൽക്കുന്നത്? നീ സംരക്ഷണത്തിന് പുറത്താണോ നിൽക്കുന്നത്? നീ സംരക്ഷണത്തിനകത്താണോ നിൽക്കുന്നത്? ലോകത്തിന്റെ ഒരു ശക്തിയും Yes. 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 ഞാൻ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഞാൻ നിൽക്കുന്ന ദൈവിക സംരക്ഷണത്തിന്റെ അകത്താണ് ഇന്ന് മന്ത്രികളോട് എന്നോട് ദൈവം ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കുന്നവർ പഴയ്ക്കും. ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കുന്നവർ വളരും. ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് ഇന്ന് ഇറങ്ങിയിടുക, ഇറങ്ങിയിടുക. ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കുന്നവർ പഴയ്ക്കും. ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കുന്നവർ വളരും. നീ തടക്കത്തില്ല, നീ വളരത്തില്ല, നീ പടരത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന വേദനകളുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്നവർ, ഇന്ന് ദൈവ സംരക്ഷണത്തിനകത്ത് നിൽക്കുന്നവർ ധൈര്യത്തോടെ
വിളിച്ചു പറയണം, ഞാൻ തഴയ്ക്കും, എന്റെ താൽപ്പര്യങ്ങൾ തഴയ്ക്കും, എന്റെ കുടുംബം തഴയ്ക്കും, എന്റെ തഴയ്ക്കും, എന്റെ ആത്മീയ ജീവിതം തഴയ്ക്കും. ഞാൻ വളരും, തഴയ്ക്കുന്നില്ലേ, വളരുന്നില്ലേ, പടരുന്നില്ലേ, നീ വേലിക്ക് പുറത്തു പോയി. ഏത് വേലി? ദൈവ സാന്നിധ്യത്തിന്റെ വേലിക്ക്, ദൈവ സംരക്ഷണത്തിന്റെ വേലിക്ക് നീ പുറത്തുപോയി. അതാ നിനക്ക് വാട്ടം ഉണ്ടായത്, അതാ പഴയതുപോലെ ഫലമില്ലാത്തത്, അതാ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, മടങ്ങി വരിക. സ്തോത്രം. സ്തോത്രം. ദൈവ സാന്നിധ്യത്തിന്റെ പുറത്തു പോകരുത്, ദൈവ സംരക്ഷണത്തിന്റെ പുറത്തു പോകരുത്. ദൈവാത്മാവ് പറയുന്നു, അപകടമാണ്, 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 അപകടമാണ്. ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഹല്ലേലൂയ ഉപദേശിക്കുന്നു, മുന്നറിയിപ്പ് തരുന്നു. ദൈവ സാന്നിധ്യത്തിന്റെ പുറത്തു പോയാൽ, ദൈവ സംരക്ഷണത്തിന്റെ പുറത്തു പോയാൽ ഒരപകടത്തിനെ നീ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന് ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം, സ്തോത്രം. മനസ്സിലായോ? പ്രാകാരത്തിൽ തഴയ്ക്കുക എന്ന് പറഞ്ഞത് ദൈവ സാന്നിധ്യത്തിൽ നിലനിൽക്കുക, ദൈവ സംരക്ഷണത്തിൽ വളരുക. അങ്ങനെ നിൽക്കുന്നത് തഴയ്ക്കും, വളരും, പടരും. ജോസഫിനോട് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. യോസഫിന് ഒരു വൃക്ഷം, അത് വളർന്നു വരും, അതിനോട് ചേർന്ന് ഒരു വേലി, ഒരു മതിൽ വളർന്നു വരും. പക്ഷേ യോസഫിനോടുള്ള ദൈവശബ്ദത്തിന്റെ പൂർത്തീകരണം ഇങ്ങനെയാണ്: മരത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് മതിലിന് വളരാൻ പറ്റും. അതിന്റെ ശാഖകൾ, കൊമ്പുകൾ അതിന്റെ മുകളിലൂടെ പടർന്നു. മനസ്സിലായോ? അതിന്റെ മുകളിലൂടെ പടർന്നു. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ദൈവ സാന്നിധ്യത്തിൽ തടച്ചാൽ, ദൈവ സംരക്ഷണത്തിൽ തടച്ചാൽ നിന്റെ കൊമ്പുകൾ പടരും. ഏതൊക്കെ മതിലുകൾ പൊങ്ങി ഉയർന്നാലും അതിന്റെ മുകളിലൂടെ പടർത്തുന്ന, വളർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം. മനസ്സിലായോ? പ്രാകാരത്തിൽ തഴയ്ക്കുക എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യത്തിൽ, ദൈവ സംരക്ഷണത്തിന്റെ അകത്ത് തഴയ്ക്കുക. സമാഗമന കൂടാരത്തിന്റെ തിരുമുറ്റങ്ങളിൽ ഒരു വനവൃക്ഷങ്ങൾ തഴച്ചു വളർന്ന് നിന്നത് പോലെ. അടുത്തത് ഞാൻ വേഗത്തിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, നടുതല ആയവർ. ആര്? എന്താ നടുതല എന്ന് പറഞ്ഞു? നടുതല എന്ന് പറഞ്ഞാൽ നട്ട് പിടിപ്പിക്കപ്പെട്ടത് ആണ്. നട്ട് പിടിപ്പിക്കുന്നതിനെയാണ് നടുതല എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്ത് ചെയ്യാം? നട്ട് പിടിപ്പിക്കുക എന്നാണ് നടുതല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ദുഷ്ടന്മാരെ പോലെ ഒരു പുല്ലോ
ഒരു കാട്ടുചെടിയോ ഒക്കെ സ്വയം വളർന്നു വരുന്ന ഒരനുഭവമല്ല ദൈവമക്കൾ. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങള്? അല്ല, മറ്റുള്ളവര് വളരുന്നത് പോലല്ല നീ വളരുന്നത്. മറ്റുള്ളവര് വളരേണ്ടത് പോലല്ല നീ വളരേണ്ടത്. മറ്റുള്ളവര് ജീവിക്കേണ്ടത് പോലല്ല നീ ജീവിക്കേണ്ടത്. മറ്റുള്ളവര് വർത്തമാനം പറയുന്ന പോലല്ല നീ പറയേണ്ടത്. മറ്റുള്ളവര് ചിന്തിക്കുന്ന പോലല്ല നീ ചിന്തിക്കേണ്ടത്. ഉത്തരം, നീ ഒരു പുല്ലല്ല, നീ ഒരു കാട്ടുചെടിയല്ല, നിന്നെ ഒരുത്തൻ നട്ടതാണെന്ന് മറക്കരുത്. ഒരു തോട്ടക്കാരൻ പ്രത്യേക താല്പര്യമെടുത്ത്, ഞാനിത് പറയുമ്പോൾ ഇമാജിൻ ചെയ്യാൻ പറ്റുവാണ്, ചെയ്തോണം. ഒരു തോട്ടക്കാരൻ പ്രത്യേക താല്പര്യമെടുത്ത് നല്ല മണ്ണിൽ, സ്വത്രം, ഒരു തോട്ടക്കാരൻ പ്രത്യേക താല്പര്യമെടുത്ത് നല്ല മണ്ണിൽ ആഴത്തിൽ വേരോടി പോകത്തക്ക വണ്ണമുള്ള ഒരിടത്ത് നട്ട് പിടിപ്പിക്കുന്ന വൃക്ഷത്തെയാണ് നടുതല എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു തോട്ടക്കാരൻ തന്റെ താല്പര്യത്തിൽ പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്തിട്ട് അതിന്റെ വേരുകൾ ആഴത്തിൽ ഓടിയിറങ്ങത്തക്കവണ്ണം നല്ല മണ്ണിൽ നടുന്ന വൃക്ഷത്തെയാണ് നടുതല എന്ന് പറയുന്നത്. ഇനി സങ്കീർത്തനക്കാരൻ പറയാ, നടുതലയായവർ. ആയതെന്നല്ല, നടുതല ആയവർ, ഒന്നിലധികം. ആരാ ഇത്? ആരാ ഈ നടുതല? ഈ നടുതല വേറെ ആരുമല്ല, പ്രാർത്ഥിക്കുന്ന നീയാണ്, ആരാധിക്കുന്ന നീയാണ്, ദൈവത്തിന് ഉയർത്തുന്ന നീയാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നീയാണ് നടുതല ആയവർ. ഉറപ്പുള്ളവരാമേൻ പറയണം, ഉറപ്പുള്ളവരാമേൻ പറയണം, ഉറപ്പുള്ളവരാമേൻ പറയണം. ദൈവ സാന്നിധ്യത്തോടും ദൈവത്തോടും ചേർന്ന് നിൽക്കുന്ന നീയാണ് നടുതല എന്ന് പറയുന്നത്. നടുതല എന്ന് പറയുന്നത് എന്താ? അതിന്റെ അർത്ഥം തോട്ടക്കാരനായ ദൈവം. തോട്ടക്കാരനായ ദൈവം തന്റെ തോട്ടത്തിൽ, തന്റെ ആലയത്തിൽ, തോട്ടക്കാരനായ ദൈവം തന്റെ തോട്ടത്തിൽ, തന്റെ ആലയത്തിൽ നട്ടുവളർത്തുന്ന ഒരു വൃക്ഷമാണ് നീ. ഹലോ, അതുകൊണ്ടാണ് ഒരിക്കൽ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞു, ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ആ വൃക്ഷത്തെ വെട്ടിക്കളയാം. ഉടനെ കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ യജമാനനെ വെട്ടരുത്, ഒരു വർഷം കൂടെ വെള്ളവും വളവും ഇട്ട് ഞാൻ കൊടുക്കാം, ഫലം കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടാം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? തോട്ടക്കാരനായ ദൈവം തന്റെ തോട്ടമാകുന്ന ആലയത്തിൽ ഒരു പ്രത്യേക താല്പര്യത്താൽ നിന്നെ അവൻ നട്ടു. നിന്നെ അവൻ നട്ടു. നടുക മാത്രമല്ല ചെയ്തത്, നിരന്തരമായ പരിചരണവും വേണ്ടുന്ന പോഷണവും വേണ്ടുന്ന സംരക്ഷണവും അവൻ നിനക്ക് തന്നു. ഓ, എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? തോട്ടക്കാരനായ ദൈവം ആലയം എന്ന തോട്ടത്തിൽ നിന്നെ വേരും നീ ആഴ്ന്നിറങ്ങി വളരത്തക്ക നിലവാരത്തിൽ അവൻ നട്ടു. നിന്നെ നട്ടു. നിന്നെ നട്ടുക മാത്രമല്ല ചെയ്തത്, അവൻ നിന്നെ സംരക്ഷിക്കുന്നു. പറ, ആമേൻ പറ. അവൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അവൻ നിന്നെ സംരക്ഷിക്കുന്നു. അവിടെ കൊണ്ട് തീർന്നു ഇല്ല. നിനക്ക് വേണ്ടുന്ന പോഷണം അവൻ തരുന്നു, നിനക്ക് വേണ്ടുന്ന വെള്ളം അവൻ തരുന്നു, നിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്നതെല്ലാം അവൻ തരുന്നു. നിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഫലം പുറപ്പെടുവിക്കണം.
ഫലം പുറപ്പെടുവിക്കണം, അനേകർക്ക് തണലാവണം. എന്റെ ഉത്തരവാദിത്തമാണ്. എന്ത് ചെയ്യണം? ഫലം. എന്റെ ചോദ്യം, ദൈവം തന്റെ തോട്ടത്തിലാക്കിയിട്ട് എത്ര നാളായി? ഫലം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഫലം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? സ്വയം ഒന്ന് പരിശോധന ചെയ്യാൻ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഫലം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവർക്ക് തണലാകാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഞാനും എന്റെ അച്ഛനും എന്റെ മക്കളും അതാണോ? മറ്റുള്ളവർക്ക് തണലാകാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? നല്ല ആടുകളെ മാറ്റി നിർത്തിയിട്ട് ക്രിസ്തു പറഞ്ഞ എന്താ? എനിക്ക് വിശന്നപ്പോ നിങ്ങൾ ആഹാരം തന്നു, എനിക്ക് ദാഹിച്ചപ്പോ നിങ്ങൾ വെള്ളം തന്നു, നിങ്ങൾ എന്നെ അതിഥിയായി കണ്ടു, എനിക്ക് വസ്ത്രമില്ലെന്നറിഞ്ഞ് നിങ്ങൾ വസ്ത്രം തന്നു. ഉടനെ അവരുടെ ചോദ്യം, കർത്താവെ എപ്പോൾ ഞങ്ങൾ ഇത് നിനക്ക് ചെയ്തു? മറുപടി, നിങ്ങളിലും ചെറിയവരെ, നിങ്ങളിലും ചെറിയവരെ നിങ്ങൾ ഈ നിലയിൽ ചേർത്ത് പിടിച്ചപ്പോൾ അത് എന്നെ പിടിച്ചതിന് തുല്യം. തണലാകുന്നുണ്ടോ? തണലാകുന്നുണ്ടോ? ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? ഞാൻ ദൈവനിയോഗത്തിൽ പറയാം, നിങ്ങൾ ഒരു വെളിപ്പാട് തിരിച്ചറിയണം. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഈ വൃക്ഷങ്ങൾ സ്ഥാനം മാറുന്നില്ല. എന്താ അർത്ഥം? എന്താ അർത്ഥം? കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് വൃക്ഷം എന്ത് ചെയ്യുന്നില്ല? അതിന്റെ നട്ടെടുത്തുനിന്ന് മാറുന്നില്ല. ചൂടാണ്, എന്നാ മറ്റൊരിടത്തേക്ക് പോകാം, പോകുന്നുണ്ടോ? മഴയാണ്, മറ്റൊരിടത്തേക്ക് പോകാം, പോകുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. അതെവിടാണോ നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഏത് അവസ്ഥയിലും അത് പോകുന്നത്. എന്താ പറഞ്ഞതിന്റെ കാര്യം? ഏത് അവസ്ഥ വന്നാലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ദൈവത്തിന് വേണ്ടി നിൽക്കുവാണെങ്കിൽ ദൈവത്തിന് വേണ്ടി തന്നെ നിൽക്കണം. കാലാവസ്ഥ മാറി തിരിഞ്ഞു വന്നാലും. സ്തോത്രം, സ്തോത്രം. ഇതങ്ങനല്ലല്ലോ. കാലാവസ്ഥ മാറുന്നതനുസരിച്ച്, ഇനി നിങ്ങൾ സ്തോത്രം പറയത്തില്ലെന്ന് എനിക്കറിയാം. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് എന്നെ ശ്രദ്ധിച്ചിരിക്കണം. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമ്മളെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുക അല്ലേ? ഹല്ലേലൂയ. ഇന്ന് അഴിയോ? അതിന് ഇന്നത് അഴിയത് സ്വോത്രം ചെയ്യുക. മഴയാണെങ്കിലും ചൂടാണെങ്കിലും വൃക്ഷം നിൽക്കുന്ന ഒഴിമാറി നടക്കുന്നില്ല. പരിശുദ്ധയാത്മാവിനോട് പറയുന്നു, നിന്നെ നട്ടവനറിയാം ഏത് സാഹചര്യത്തിലും വളർത്താൻ. ഇത് ചിലരോടുള്ള ദൈവ ശബ്ദമാണത്. നിന്നെ നട്ടവനറിയാം നിന്നെ വളർത്താൻ. ഇത് ചിലരോടുള്ള ദൈവ ശബ്ദമാണത്. എവിടെയോ കിടന്ന നിന്നെ വേരുകൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന ഒരു നല്ല ഇടത്ത് അവൻ നിന്നെ നട്ടിട്ടുണ്ടെങ്കിൽ നട്ടവനറിയാം നിന്നെ വളർത്താൻ. ഓരോട് ചിലരോടുള്ള ദൈവ ശബ്ദമാണത്. എന്നോടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ വാ തുറന്ന് പ്രാർത്ഥിക്കണം. എന്നോടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ വാ തുറന്ന് പ്രാർത്ഥിക്കണം. എന്നോട് പരിശുദ്ധ പറയുന്നു, നീ സ്വയം നല്ലതല്ല. ഒരു പുല്ല് മുളച്ചു വരുന്നത് പോലെ നീ വന്നതല്ല. ഒരു തോട്ടക്കാരൻ നിന്നെ നട്ടതാണ്. ഒരു തോട്ടക്കാരൻ നിന്നെ നട്ടതാണ്. ഉറപ്പുണ്ടോ? 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 ഉറപ്പുള്ളവർ വാ തുറന്ന് പ്രാർത്ഥിക്കുക. ഉറപ്പുള്ളവർ വാ തുറന്ന് പ്രാർത്ഥിക്കുക. സങ്കീർത്തനക്കാരൻ പാടുന്ന പോലെ അവനത് നട്ടു.
ഈ പൊട്ടി മുളച്ചതല്ല, നിന്റെ നട്ടൊരു ഭയം, നിന്റെ നട്ടൊരു ഭയം പുറകിലുണ്ട്, പുറകിലുണ്ട്, പുറകിലുണ്ട്. ഇതെന്നോടുള്ള ദൈവശബ്ദമാണെന്ന് അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നവർ വാ തുറന്ന് പ്രാർത്ഥിക്കുക. നിന്റെ നട്ടതാണ്, നീ മുളച്ചു വന്നതല്ല, നിന്റെ നട്ടതാണ്. എന്നോട് ദൈവം പറയുന്നു, ഇന്നലെ മുളച്ചു വന്നത് നിനക്കെതിരെ പോരാടുമ്പോൾ, ഇന്നലെ മുളച്ചു വന്നത് നിനക്കെതിരെ എഴുതപ്പെടുമ്പോൾ വാ തുറന്ന് പറ, നിനക്കെന്നെ ജയിക്കാൻ പറ്റത്തില്ല, നിനക്കെന്നെ പറ്റത്തില്ല. എത്ര പേരാണ് വിശ്വസിക്കുന്നു? എത്ര പേരെന്ന് വിശ്വസിക്കുന്നു? ഇന്നലെ മുളച്ചു വന്നത് നിനക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ആത്മനിയോഗത്തിന്റെ വിളിച്ചു പറ, ഞാൻ മുളച്ചു വന്നതില്ല, ഞാൻ മുളച്ചു വന്നതില്ല. ഒരുവന്റെ നാട്ടമാണ്, ഒരുവന്റെ നാട്ടമാണ്, ഒരുവന്റെ നാട്ടമാണ്. അതാണ് പോകരുത്. തിരിച്ചറിയണം. ഒരു കാട്ടിലടി പൊങ്ങി വന്ന പോലെ, ഒരു പുല്ല് മുളച്ചു വന്നതുപോലെ വന്നവനല്ല നീ, വന്നവനല്ല നീ. ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽ ഇടപെടുന്നു. നിന്നെ ഒരുവൻ നട്ടതാണ്. നീ ധൈര്യത്തോടെ വാ തുറന്ന് പറയണം, ഞാൻ മുളച്ചു വന്നതല്ല, എന്നെ ഒരുത്തൻ നട്ടതാണ്. എന്റെ വളർച്ചയ്ക്ക് പുറകിൽ, സ്വന്തം എന്റെ വളർച്ചയ്ക്ക് പുറകിൽ ഒരു കരമുണ്ട്, ഒരു തോട്ടക്കാരന്റെ കരം. മറക്കരുത് കേട്ടോ, വളർച്ചയ്ക്ക് പുറകിൽ ഒരു തോട്ട. പ്രാകാരത്തിൽ തഴയ്ക്കുക, ദൈവ സാന്നിധ്യത്തിൽ, ദൈവ സംരക്ഷണത്തിൽ ഒരു ദൈവ പൈതൽ തഴയ്ക്കുക. നടുതലയായവർ ആരാണ്? ദൈവം തിരഞ്ഞെടുത്ത് നട്ട നീയാണ് നടുതല. നീയായ നടുതല ദൈവത്തിന്റെ പ്രാകാരത്തിൽ തഴയ്ക്കുന്നു. പറയും, ഈ രണ്ട് ഭാഗം ചേർത്ത് പഠിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് ദൂതുകൾ ദൈവം തന്നിട്ടുണ്ട്. അതുകൂടെ ധ്യാനിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവം നട്ട് ദൈവത്തിന്റെ പ്രാകാരത്തിൽ തഴച്ചവർ. പഴയ നിയമത്തിലും ഒരാളെ, പുതിയ നിയമത്തിലും ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിൽ ഒരു മനുഷ്യനുണ്ട്, അവന്റെ പേരാണ് ശമൂവേൽ. സാമുവേൽ എന്ന് പറയും. ഹന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു? തലമുറ. ദൈവമേ, നീ എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവനെ നിനക്ക് തരും. ഹന്ന പ്രാർത്ഥിച്ചു. അവളുടെ ഹൃദയം പകർന്ന് അവൾ പ്രാർത്ഥിച്ചു. സംഭവിച്ചതെന്താണ്? ദൈവം അവക്കൊരു മകനെ കൊടുത്തു. ഇല്ലേ? കൊടുത്തില്ലേ? കൊടുത്തു. അവൾ എന്ത് ചെയ്തു? മുലകുടി മാറിയപ്പോൾ അവനെ ശീലോവിലെ ദൈവാലയത്തിൽ കൊണ്ടുവന്നവളാക്കി. ആമേൻ, ആമേൻ. മുലകുടി മാറിയപ്പോൾ ശീലോവിലെ ദൈവാലയത്തിൽ
ഏലി പുരോഹിതന്റെ അടുത്ത് പക്കൽ ശമൂവേലിനെ ഹന്ന കൊണ്ടാക്കി. ഈ ലോകത്തിൻ്റെതാകുന്ന സകല സ്വാധീനങ്ങളിൽ നിന്നും അകന്ന് ദൈവാലയത്തിൽ അവൻ വേരൂന്നി വളർന്നു. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവൻ യഹോവയുടെ സന്നിധിയിൽ വളർന്നു, ദൈവത്തിനും മനുഷ്യർക്കും പ്രിയനായി വളർന്നു. യഹോവയ്ക്കും മനുഷ്യർക്കും അവൻ പ്രിയനായി വളർന്നു. എങ്ങനെ വളർന്നത്? പ്രിയനായി. യഹോവയ്ക്കും പ്രിയനായിരുന്നു, മനുഷ്യർക്കും. ഇത് നേരെ തിരിച്ച. മനുഷ്യർക്ക് പ്രിയമാണെങ്കിൽ ചിലർ യഹോവയ്ക്ക് ഒട്ടും പ്രിയമല്ല. യഹോവയ്ക്ക് പ്രിയമാണെങ്കിൽ ചിലർ മനുഷ്യർ ഒട്ടും പ്രിയമല്ല. യഹോവയ്ക്ക് മനുഷ്യനും പ്രിയമല്ലാത്ത ചില സാധനങ്ങൾ അല്ലേ? അങ്ങനെയുള്ളൂ. നിങ്ങളുടെ ഇരിപ്പ് കണ്ട നിങ്ങളോടുള്ള മാനസാന്തരപ്പെടാനുണ്ടെങ്കിൽ പെട്ടോ, അവസരമല്ലേ. ശമൂവേലിനെ കുറിച്ച് പറയാ, അവൻ യഹോവയ്ക്കും മനുഷ്യനും പ്രിയമുള്ളതായി വളർന്നു. എന്താ കാര്യം? അവിടെ വേറെ രണ്ട് തലതെറിച്ച പിള്ളേരുണ്ടായിരുന്നു. ആരാന്നറിയോ? ഏലി പുരോഹിതന്റെ മക്കൾ. വചനം വായിച്ചു നോക്കിക്കോ നിങ്ങൾ. ഒരവസരത്തിലും ഏലി പുരോഹിതന്റെ മക്കളുടെ സ്വഭാവം ശമൂവേലിനെ സ്വാധീനിച്ചില്ല. ആമേൻ, ആമേൻ. ഇന്ന് പകൽ ഞാനൊരു ദൈവശബ്ദം കൈമാറാം നിങ്ങളോട്. നടുതലയായ ശമൂവേലിനെ സർവശക്തനാകുന്ന ദൈവം ദൈവാലയത്തിന്റെ അകത്ത് തന്റെ മാതാവിലൂടെ എത്തിച്ച് അതിന്റെ അകത്ത് പ്രാകാരങ്ങളിൽ അവൻ വേരൂന്നി തഴച്ചു വളർന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇസ്രായേലിൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വന്നു. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? ഇന്ന് പകലിൽ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് ഇടപെട്ടു. ഇന്ന് പകലിൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണെങ്കിൽ, ദൈവം നിന്നെ വളർത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ദൈവം എന്നോട് ഇടപെടുക. ചിലരുടെ മേൽ പ്രവചനാത്മാവിന്റെ പകർച്ച ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൂതുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഇന്നലകളിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. നിന്നോടുള്ള ദൈവശബ്ദമാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ദൈവാലയത്തിന്റെ അകത്തു നടുതലയായ ശമൂവേൽ വേരൂന്നി വളർന്ന് പൊങ്ങി വന്നപ്പോൾ ആ വളർച്ച ഒരു സ്വാർത്ഥ വളർച്ചയായിട്ടല്ല മാറിയത്. ആ വളർച്ച ഇസ്രായേലിന് പുതിയൊരു പ്രവാചകനെയും പുതിയൊരു ന്യായപാലകനെയും ഒരുക്കിക്കൊണ്ട് വന്നെങ്കിൽ ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തും ദൈവ സംരക്ഷണത്തിന്റെ അകത്തും വളർന്നു വരുന്ന, പ്രാർത്ഥിച്ചിരിക്കുന്ന, ആരാധിച്ചിരിക്കുന്ന നിന്റെ അകത്തും ദൈവം ചില വിശ്വസിക്കുക. ദൈവാത്മാവിന്റെ ദൂതാണ്. അവസാനം പ്രാപിച്ചോണം. ചില ദൗത്യങ്ങൾ പ്രാപിച്ചിട്ട് നീ പോകാവുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, ദൈവാലയത്തിന്റെ അകത്ത് നടുതലയായ ശമൂവേൽ വേരൂന്നി
അല്ലെങ്കിൽ വളർന്നു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇസ്രായേൽ ജനത്തിന് ഒരു പ്രവാചകനെയും ഒരു ന്യായപാലകനെ ലഭിച്ചു. ക്രമം കെട്ട് തങ്ങൾക്ക് ബോധിച്ച രീതിയിൽ ജീവിച്ച ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവനാ ശമൂവേൽ. ഒരു നീണ്ട കാലഘട്ടത്തിൽ ദൈവത്തെയും ഇസ്രായേൽ ജനത്തെയും ചേർത്തു നിർത്തിയ കേന്ദ്ര ബിന്ദുവാണ് ശമൂവേൽ. എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഈ കൃപ? ശമൂവേൽ പറയും, എനിക്ക് വേറെങ്ങൊന്നും കിട്ടിയതല്ല, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആലയത്തിന്റെ അകത്തുനിന്നാണ് ഞാനത് പ്രാപിച്ചത്. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആലയത്തിന്റെ ഒന്നാമത്തെ കാര്യമാണത്. രണ്ടാമത്തെ കാര്യം കേട്ടാൽ നിങ്ങൾക്ക് സന്തോഷം തോന്നും. രണ്ടാമത്തെ കാര്യം വചനം പറയുന്നുണ്ടേ, 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിച്ചു. 1 ശമൂവേൽ 3:19 വായിച്ചു. ശ്രദ്ധിച്ചേ, ശമൂവേൽ എന്ത് ചെയ്തു? വളർന്നു. ഇനി ദൈവാലയത്തിൽ വസിക്കുന്നവനാണെങ്കിൽ ഉറപ്പിച്ചോ, ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്നവനാണെങ്കിൽ ഉറപ്പിച്ചോ, അവന്റെ കൂടെ ദൈവവും. അടുത്ത വാക്യം വായിച്ചേ. ആ ആ ആ എന്ന് പറഞ്ഞാൽ അർത്ഥം, അവൻ പറഞ്ഞ, ആര് പറഞ്ഞ? ശമൂവേല് പറഞ്ഞ ഒരു വാക്കുപോലും നടപ്പാക്കാതെ ദൈവം പോയില്ല. ഓ സ്തോത്രം! നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത്? ഒന്നാമത്തെ വിടുതല് പ്രവാചകനും ന്യായപാലകനുമായി എഴുന്നേൽപ്പിച്ചു. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ശമൂവേലിന്റെ വായിൽ നിന്ന് വീണ ഒരു വാക്കുപോലും അതിന്റെ പ്രവൃത്തി കാണാതെ പോയില്ല. ശമൂവേലിലൂടെ വീണ ഒരു വാക്കുപോലും സത്യമാകാതെ പോയില്ല. ശമൂവേലിന്റെ നാവിൽ നിന്ന് വീണ ഓരോ വാക്കും എന്റെ ദൈവം നിവർത്തിയാക്കിയെന്ന വാക്യത്തിന്റെ അർത്ഥം. സ്തോത്രം! ശമൂവേലേ, നിന്റെ വാക്കിന് ഇത്രത്തോളം പ്രാധാന്യം ദൈവം കൊടുക്കാൻ കാര്യമല്ല. ശമൂവേലേ, നിന്റെ വാക്കിന് ദൈവം ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കാൻ കാര്യമല്ല. ശമൂവേല് പറയും, ഞാൻ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് വളർന്നവനാ. ദൈവം എന്നോട് പറയാത്തൊരു വാക്ക് ഞാൻ ഉച്ചരിക്കുന്നില്ല. നമ്മൾ പറഞ്ഞിട്ട് പലതും എന്നാ നടക്കാത്ത, ഇരുന്ന് പറയുക. സ്തോത്രം! ശമൂവേൽ അങ്ങനല്ല. ദൈവ സാന്നിധ്യത്തിൽ വളരുന്നവൻ അങ്ങനല്ല. ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്നവർ അങ്ങനല്ല. അവര് പദപ്രയോഗം നടത്തുമ്പോൾ, അവരൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവാത്മാവ് അവരുടെ ഉള്ളിൽ പ്രേരിപ്പിച്ച് അവര് പറയുന്നത്, അങ്ങനെ പറയുന്ന വാക്കുകൾ സംഭവിക്കും. അവിടെ കൊണ്ട് തീർന്നു ഇല്ല. 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ച സഹോദരി. 20. ദാൻ മുതൽ ബേർശേബ വരെ. ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ച് ആമേൻ പറയാമോ? അപ്പൊ ഒന്ന്, പ്രവാചകനും ന്യായപാലകനുമായി വേർതിരിച്ചു. 2, അവന്റെ വാക്കുകളിൽ ഒന്നു പോലും സംഭവിക്കാതെ പോയില്ല. 3, അവൻ ദൈവത്തിന്റെ വിശ്വസ്തനാണെന്ന് ഇസ്രായേൽ അറിഞ്ഞു. ഇത് 3ഉം ശമൂവേലെ എവിടുന്നാണ് സംഭവിച്ചത്? ശമൂവേൽ പ്രവാചകൻ പറയും, എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, ദൈവാലയത്തിന്റെ അകത്ത് ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ, ദൈവവചനത്തിന്റെ കീഴിൽ വളരാൻ ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തിയപ്പോൾ എന്റെ ദൈവം ആ നിലയിൽ എന്നെ മാറ്റി. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? നിനക്ക് മാറാൻ ആഗ്രഹമുണ്ടോ?
നിനക്ക് മാറാൻ ആഗ്രഹമുണ്ട്. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ചിലരുടെ മേൽ ചില ദൗത്യം ദൈവം ഏൽപ്പിക്കും. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചോണം. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ചിലരോടാ ദൈവം ഇടപെടുന്നത്. ദൈവം ചില ദൗത്യം നിന്നെ ഏൽപ്പിക്കും. അവിടെ കൊണ്ട് തീർന്നില്ല. നിന്റെ വാക്കിൽ പ്രവർത്തിക്കുന്ന ദൈവം വെളിപ്പെടും. നിന്റെ വാക്കൊന്നുപോലും തൂകിപ്പോകാതെ അത് കൃത്യമായി ദൈവം വെളിപ്പെടുത്തും. അത് മാത്രമല്ല, നിന്റെ വിശ്വാസത്തെ അവൻ വെളിപ്പെടുത്തും. അവിശ്വസ്തതകൾ മാറിപ്പോട്ടെ. ദൈവത്തോടുള്ള അവിശ്വസ്തതകൾ നീങ്ങിപ്പോട്ടെ. ദൈവത്തോടുള്ള അവിശ്വസ്തതകൾ മാറിപ്പോട്ടെ. മനസ്സിലായോ? പഴയ നിയമത്തിലെ ഒരു മനുഷ്യനാണ് ശമൂവേൽ. സ്തോത്രം. നമുക്ക് അവസാനം ഈ ദൂതുകൾ പ്രാപിക്കാം. ദൈവാലയത്തിന്റെ അകത്ത് മുലകുടി മാറി ഹന്ന കൊണ്ടാക്കി അവിടെ വളർന്നവൻ, അവന്റെ ജീവിതം തന്നെ മാറി. അവിടെ കൊണ്ട് തീർന്നില്ല. പുതിയ നിയമത്തിലേക്ക് വന്നേ. പുതിയ നിയമത്തിൽ ഒരു വ്യക്തിയുണ്ട്, അന്ന. ഹന്നയല്ല, അന്ന. അന്ന. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് പറയുന്നത്. എടുക്കൊന്നും വേണ്ട, എന്നെ നോക്കിയിരിക്കും. സ്തോത്രം. വീട്ടിൽ പോയിരുന്നു വേണം വായിച്ചാൽ. ശ്രദ്ധിച്ച് കേട്ടോണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ശ്രദ്ധിച്ചു കേൾക്കണം. ആശേർ ഗോത്രത്തിൽ ഫെനുവേലിന്റെ മകളാണ് അന്ന. ആശേർ ഗോത്രം മനസ്സിൽ എഴുതി വെച്ചു. ആശേർ ഗോത്രത്തിൽ ഫെനുവേലിന്റെ മകൾ. അവൾ വിവാഹം കഴിച്ചു ചെറുപ്രായത്തിൽ. 7 വർഷം അവൾ അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ താമസിച്ചു, ജീവിച്ചു. 7 വർഷം. അത് കഴിഞ്ഞ് അവളുടെ ഭർത്താവ് മരിച്ചു. ചെറുപ്രായത്തിൽ വിധവയായി. സ്തോത്രം. എന്നാൽ വചനം പറയുന്നു, അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം 84 വയസ്സുവരെ അവൾ ആലയത്തിൽ പാർത്തു. സ്തോത്രം. ഭർത്താവ് മരിച്ചപ്പോ അടുത്ത ടിക്കറ്റ് നോക്കി പോവല്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ഭർത്താക്കന്മാര് മരിക്കാത്തത് കൊണ്ട് ഇറങ്ങിപ്പോകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാം. ചിലരൊക്കെ ചില ഭർത്താക്കന്മാരെ അല്ലെ ഭാര്യമാരെ കൊന്നിട്ട് പോകുന്ന അനുഭവം. സ്തോത്രം ചെയ്യുക. 7 വർഷമേ അവിടെ ജീവിച്ചു. ഭർത്താവ് മരിച്ചു. പക്ഷേ അതിനുശേഷം 84 വയസ്സുവരെ അവള് മറ്റൊന്നും തിരഞ്ഞെടുക്കാതെ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവം അവളെ നടുതലയാക്കി വെച്ചു. രാമൻ എത്ര പേര് പറഞ്ഞു? ഇനിയും ഞാൻ പറഞ്ഞത് ആദ്യം ആശേർ ഗോത്രം. ആശേർ ഗോത്രത്തെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം. പറയാൻ ഒത്തിരിയുണ്ട്, പക്ഷെ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, സമയമില്ലാത്ത. ആശേർ ഗോത്രം എന്ന് പറയുന്നത് ആത്മീയ അധപ്പതനം സംഭവിച്ച ഗോത്രമാണ്. ഇതുവാ ആത്മീയ അധപ്പതനം സംഭവിച്ച ഗോത്രമാണ് ആശേർ ഗോത്രം. ആത്മീയമാകുന്ന ഒരു ഉണർവുമില്ലാത്ത, ആത്മീയമാകുന്ന ഒരനുഭവവും ഇല്ലാത്ത ഗോത്രം. ആ ഗോത്രത്തിലെ സഹോദരിയ അന്ന. എത്ര പേര് സ്വതന്ത്രം പറഞ്ഞു? പക്ഷേ അന്നയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു, ആശേർ ഗോത്രത്തിന്റെ ആത്മീയ തകർച്ചയിൽ വന്നവൻ. അവിടെ കൊണ്ട് തീർന്നോ? അവൾ ആത്മീയത്തിൽ മാത്രമല്ല തകർന്നത്, അവളുടെ ജീവിതത്തിലും അവൾ തകർന്നു. ഓ, ഇത് ചിലരോടുള്ള ദൂതാണ്. ദൈവനോട് ഇടപെടും. സ്തോത്രം ചെയ്യുക. ആത്മീയ തകർച്ച മാത്രമല്ല സംഭവിച്ചത്, ജീവിതം കൂടെ തകർന്നു. പക്ഷെ അന്നയെ കുറിച്ച് പറയുന്ന വിശുദ്ധ ബൈബിളിലെ സാക്ഷ്യം, 84 വയസ്സിലും അവൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവാലയത്തിൽ കഴിഞ്ഞു. 84 വയസ്സിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവൾ ദൈവാലയത്തിൽ കഴിഞ്ഞു. അതിന്റെ പകുതി പോലും ആയില്ല.
ഉപവസിക്കാൻ ഒറ്റ ഒരെണ്ണത്തിന് വയ്യ. ശരിയാണോ? ശരിയാണോ? കുനിഞ്ഞൊന്നും ഇരിക്കേണ്ട, നിന്നെ തന്നെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആത്മീയ തകർച്ചയും ജീവിത തകർച്ചയും സംഭവിച്ചവൾ 84-ാം വയസ്സിലും ഉപവാസവും പ്രാർത്ഥനയാ. എവിടെ? ദൈവം നട്ടടത്ത്. ഇന്ന് ഉപവസിക്കാൻ പറഞ്ഞ മടിയാ, ഇന്ന് ഉപവസിക്കാൻ പറഞ്ഞ വയ്യ. ഈ ഉപവസിച്ചാൽ തന്നെ എത്ര നേരം ഉപവസിക്കും? 1 മണി വരെ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ശിവനോട് പറഞ്ഞു, നീ 3 ദിവസം ഉപവസിക്കണമെന്ന് പറഞ്ഞു. അതിൽ ഉപവസിച്ചു. ഉപവസിച്ചതിന്റെ റിസൾട്ട് ദൈവം അവർ കൊടുത്തു. ഞാൻ ചോദിച്ചു, എത്ര വരെ ഉപവസിച്ചടാ? ഉച്ച വരെ. ആദ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞു, ഇനി അടുത്ത പ്രാവശ്യം വൈകിട്ട് വരെ ഇരിക്കണം, അത് കഴിഞ്ഞിട്ട് ഫുൾ ഇരിക്കണം. സ്തോത്രം. ഏതായാലും ദൈവം പറഞ്ഞ ആലോചന അവൻ ശിരസാൽ ഏറ്റെടുത്തു, ഉപവസിച്ചു. അതിന്റെ റിസൾട്ട് ദൈവം കൊടുത്തു. സ്തോത്രം. ഉപവസിക്കാൻ വയ്യ, പ്രാർത്ഥിക്കാനും വയ്യ. ഇന്ന് അത്ര പേര് ഉപവാസത്തോടെ വന്ന് കൈ നോക്കിപ്പിക്കുന്നില്ല. നോക്കണ്ട. സ്തോത്രം. നിങ്ങൾ വെക്കുമ്പോ പൊക്കാൻ പറ്റാത്തവര് ഉണ്ടെന്നേ പ്രയാസമുണ്ട്. ചിലര് പറയുന്ന ഗുളികയാണ്. ആരെയാ? ഗുളിക കഴിക്കണ്ടെന്നല്ല, കഴിച്ചോ. ഇനി ഞാൻ പറഞ്ഞിട്ട് കഴിക്കാതിരുന്നതിനും വന്ന്. സ്തോത്രം. പലരും ചാരുന്നത് എന്തുവാ? മെഡിസിനെയാ ചാരുന്നത്. സ്തോത്രം ചെയ്യാ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ജീവിച്ച 84-കാരിയല്ല ഞാൻ പറയുന്നത്. പുതിയ നിയമത്തിൽ യേശുവിന്റെ സമയത്ത് ജീവിച്ച 84-കാരിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവ് ചോദിക്കുന്നു, നിന്റെ ഉപവാസം എവിടെ പോയി? നിന്റെ പ്രാർത്ഥന എവിടെ പോയി? എവിടെ പോയി? മടങ്ങി വരാൻ ദൈവാത്മാവ് പറയുന്നു. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഒരു ദോഷവും വരത്തില്ല. ദൈവം പ്രവർത്തിക്കും. ഉപവസിച്ചും പ്രാർത്ഥിച്ചും എത്രയോ ജയം നീ കണ്ടിട്ടുണ്ട്, എത്രയോ വിടുതൽ നീ അനുഭവിച്ചിട്ടുണ്ട്. എങ്ങനെ മറക്കും? സ്തോത്രം ചെയ്യുന്നു. മടങ്ങി വരിക. ആശേർ ഗോത്രം ആത്മീയ അധപ്പതനം, തകർച്ച സംഭവിച്ച ആ ഗോത്രത്തിൽ നിന്ന് വന്നവൾ. അവിടെ കൊണ്ട് തീർന്നില്ല. ജീവിത തകർച്ച സംഭവിച്ചവൾ. പക്ഷേ അവൾ അതിനെ ജയിച്ചത് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. ഓ കൃപ, 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 കൃപ. ദൈവാലയത്തിൽ നടുതലയായി ദൈവം അവളെ നട്ടപ്പോൾ അവൾ ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും കരയാനും തുടങ്ങി. അങ്ങനെ തകർച്ചകളെ അവൾ അതിജീവിച്ചു. എന്നോട് ദൈവം ഇടപെടും. തകർച്ചകളെ അവൾ അതിജീവിച്ചു. എങ്ങനെ അതിജീവിച്ചു? നട്ടത് ദൈവമായതുകൊണ്ട്. അവളെ നട്ടത് ദൈവമായതുകൊണ്ട് അവളുടെ ആത്മീയ തകർച്ചയെയും ജീവിത തകർച്ചയെയും അവൾ അതിജീവിച്ചു. ഇന്ന് മകൾ എന്റെ പ്രാർത്ഥന മുറിയിൽ ദൈവം ഇടപെട്ടു. ഈ ദൈവവചനം കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുക. ആത്മീയ തകർച്ചയെ അതിജീവിക്കുന്ന, ജീവിത തകർച്ചയെ അതിജീവിക്കുന്ന ഒരു ദൈവ കൃപ ഇന്ന് മകൾ ഈ വചനത്തിലൂടെ ശരത്തമേൽ ഇറങ്ങി വരും. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. തുറന്ന് പ്രാർത്ഥിക്കണം. തുറന്ന് പ്രാർത്ഥിക്കണം. തകർന്ന ഗോത്രത്തിൽ നിന്നും, തകർന്ന ജീവിതത്തിൽ നിന്നും അവളുടെ ഉപവാസവും അവളുടെ കണ്ണുനീരും അവളുടെ പ്രാർത്ഥനയും അവളെ ഒരു കൃപ, കൃപ, കൃപ. ഇന്ന് പല ചില സഹോദരിമാർ വാ തുറന്ന് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ഇടപെടുന്നു. ചില വ്യക്തികൾ വാ തുറന്ന് പ്രാർത്ഥിക്കാൻ ആത്മീയ തകർച്ച ഇന്ന് അവസാനിക്കുന്നു. ജീവിത തകർച്ച ഇന്ന് അവസാനിക്കുന്നു. കുട്ടികളല്ല ആത്മീയ തകർച്ചയുടെ വ്യാപാരം അഴിയട്ടെ. ജീവിത തകർച്ചയുടെ വ്യാപാരം അഴിയട്ടെ. ഇന്ന് ഉപവാസവും ഇന്ന് പ്രാർത്ഥനയും ഇന്ന് കണ്ണുനീരും
ജീവിത തകർച്ചകൾ ഇന്ന് പകൽ അഴിഞ്ഞുമാർ ജീവിത തകർച്ചകൾ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞ് മാറും. തുറന്ന് പ്രാർത്ഥിക്കും. തുറന്ന് ഇത് പ്രാപിക്കേണ്ട വിജയം, ഇത് പ്രാപിക്കേണ്ട വിജയം. കുഞ്ഞുങ്ങളെല്ലാം തുറന്ന്, എത്രയെല്ലാം തുറന്ന് സഹോദരന്മാർ തുറന്ന് അവരുടെ ആത്മീയ തകർച്ചയുണ്ടായി, അവരുടെ ജീവിതം തകർന്നു. ഇനിയും അവർ കടയിൽ വിചാരിച്ചാണ്, പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം അവനെ കൊണ്ടിട്ടത് ചിലതിനെ അതിജീവിക്കുന്ന അഭിഷേകം, ചിലതിനെ അതിജീവിക്കുന്ന എനിക്ക് കഴിയുമെന്ന് കർത്താവേ, എനിക്ക് കഴിയുമെന്ന് കർത്താവേ, അതിജീവിക്കുന്ന ഒരു അഭിഷേകം. Yes. 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 Tagർന്നു പോകുമെന്ന് വിധി എഴുതിയ, ആത്മീയമായി തകർന്ന ഗോത്രത്തിൽ നിന്ന് വന്നവളെന്ന് വിധി എഴുതിയ, ആത്മീയമായ ഗോത്രത്തിൽ നിന്ന് വന്നവളെന്ന് വിധി എഴുതിയ, ജീവിതം തകർന്നവളെന്ന് വിധി എഴുതിയവൾ ആ ദൈവത്തിലെ ദൈവം മാറ്റിയെങ്കിൽ നിന്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന, നിന്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന ചലിക്കുന്നു നിന്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന നിന്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു ദൈവപ്രവൃത്തി. ദൈവം ചില മേഖലകളിൽ ചില വിടുതൽ ചെയ്യുന്നത് ഞാൻ വെളിപ്പാടിൽ കാണുന്നു. നിങ്ങൾക്കറിയാമോ, ഈ തകർച്ചയുടെ നടുവിൽ അവൾ ഉപവസിച്ചു, അവൾ കരഞ്ഞു, അവൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചെയ്തെന്താണെന്നറിയാമോ? അവളോട് ഇസ്രായേലിനെ കുറിച്ചുള്ള, ദൈവത്തിന്റെ ജനത്തെ കുറിച്ചുള്ള ദൈവീക അരുളപ്പാടുകൾ കൈമാറാൻ തുടങ്ങി. അരുളപ്പാടുകൾ കൈമാറാൻ തുടങ്ങി. അന്നയെ നീ എങ്ങനെയാ പ്രാപിച്ചത്? അന്ന പറയും, ഞാൻ ഉപവാസത്തിന് പ്രാർത്ഥനയിലും അത് പ്രാപിച്ചത്. നടുതലയായവ എന്നെ എന്റെ ദൈവം ആലയത്തിൽ കൊണ്ട് നട്ടുകഴിഞ്ഞപ്പോൾ എന്റെ തകർച്ചയോർത്ത് ഭാരപ്പെടുവാനല്ല ദൈവം എന്നോട് ഇടപെട്ടത്. ഉപവസിക്കടി, പ്രാർത്ഥിക്കടി എന്ന് പരിശുദ്ധയാത്മാവ് ദൈവത്തിന്റെ ഇടപെടൽ എന്റെ അകത്തുണ്ടായപ്പോൾ അല്ലെങ്കിൽ അവൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പരിണിതഫലം എന്ത് സംഭവിച്ചു? ജനത്തോടും രാജ്യത്തോടും ഉള്ള ദൈവത്തിന്റെ ഇടപെടൽ പ്രാർത്ഥിക്കുന്നവരുടെ അകരത്തിൽ ദൈവം കൊടുത്തു. മറക്കരുത്. എന്നോട് ദൈവാത്മാവിനെ ഞാൻ നിയോഗിക്കുന്നു. അന്ന തകർന്നവളെ പോലെ ആലയത്തിൽ കയറിയത്, തകർന്നവളെ പോലെ അന്ന ആലയത്തിൽ കയറിയത്. എന്നാൽ 84-ാമത്തെ വയസ്സിൽ അവൾ ഒരു പ്രവാചകിയെ പോലെ അധിക്കുന്നത്. എന്റെ ചോദ്യം, നീ വന്നിട്ട് നീ എന്നെ പ്രാപിച്ചു? നീ ഇത്രയും നാളും ദൈവശക്തി വന്നിട്ട് നീ എന്നെ പ്രാപിച്ചു? അരുളപ്പാട് കേൾക്കുന്നുണ്ടോ? ആലോചന കേൾക്കുന്നുണ്ടോ? പ്രവചനം പ്രാപിച്ചിട്ടുണ്ടോ? ഇന്നവനെ ഏൽപ്പിച്ചു കൊടുക്ക്. അവൻ നിന്നെ തൊടും. സമയം പോകുന്നു. നടുതലയായി ദൈവസാന്നിധ്യത്തിന്റെ കീഴിൽ പ്രാർത്ഥവളുടെ രണ്ടാമത്തെ അനുഗ്രഹം നിങ്ങൾ കേട്ടോളാം. കർത്താവായ യേശു ക്രിസ്തുവിനെ ആലയത്തിലേക്ക് മാതാപിതാക്കൾ കൊണ്ടുവരുമ്പോൾ ശിമയോന്റെ കരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ ശിമയോന്റെ കണ്ണുകൾ മാത്രമല്ല ക്രിസ്തുവിനെ കണ്ടത്,
തിരുവെടുത്ത് പഠിപ്പിക്കുന്നു അവിടെ അന്ന ഉണ്ടായിരുന്നു. രാമൻ എത്ര പേര് പറയും? രാമൻ എത്ര പേര് പറയും? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവളുടെ കണ്ണ് രക്ഷകനെ കണ്ടു. ആത്മീയ തകർച്ച സംഭവിച്ചവൾ, ജീവിത തകർച്ച സംഭവിച്ചവൾ അന്ന പറയും, എന്റെ ജീവിതത്തിൽ പുറകിൽ അതൊക്കെ സംഭവിച്ചെങ്കിലും എനിക്ക് പറയാൻ ഒരു വലിയ കാര്യമുണ്ട്. നടുതലയായി ദൈവസാലയത്തിന്റെ ദൈവസാന്നിധ്യത്തിന്റെ കീഴിൽ ഞാൻ പാർത്തതുകൊണ്ട് എനിക്ക് കിട്ടിയ രണ്ടാമത്തെ അനുഗ്രഹം, ഞാൻ എന്റെ രക്ഷകനെ സ്വന്തം കണ്ണാൽ കണ്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പാരമ്പര്യം പറയുന്ന പല പുള്ളികൾക്കും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ അന്നയുടെ കണ്ണ് രക്ഷകനെ കണ്ടു. അന്നയുടെ കണ്ണ് രക്ഷകനെ കണ്ടു. വചനം ഇങ്ങനെ വായിക്കുന്നു, ശിമയോൻ ക്രിസ്തുവിനെ കണ്ടതിൽ പ്രവചനാത്മകമാകുന്ന ഗീതം ആലപിച്ചപ്പോൾ അന്ന എന്താ നടത്തിയെന്നറിയോ? ശിമയോൻ പ്രവചനാത്മകമാകുന്ന ഗീതം അവതരിപ്പിച്ചപ്പോൾ അന്ന സുവിശേഷ പ്രഘോഷണം നടത്തി. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. അന്ന യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി, രക്ഷകനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഞാൻ ഇന്നു പകൽ ആത്മനിയോഗത്തോടെ മുമ്പേ ഒരു ദൂതിയ പറയും, ചില ദൗത്യങ്ങൾ ദൈവം ഏൽപ്പിക്കും. പ്രാപിച്ചോണ്ടേ പോകാവുള്ളൂ, പ്രാപിച്ചോണ്ടേ പോകാവുള്ളൂ. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിൽ ലഭിച്ച രണ്ടാമത്തെ അനുഗ്രഹമാ രക്ഷകനെ അവൾ കണ്ടു. എന്നോട് ദൈവം ഇടപെടുന്നു, നിന്റെ കണ്ണ് ചിലത് കാണണം, അതിനുവേണ്ടി നീ പ്രാർത്ഥിച്ചോണം. നിന്റെ കണ്ണ് ചിലത് കാണും. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരു കാര്യം സത്യം ആകണം, അംഗീകരിക്കപ്പെടണമെങ്കിൽ, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരു കാര്യം സത്യമാകണമെങ്കിൽ, ആ കാര്യം അംഗീകരിക്കപ്പെടണമെങ്കിൽ വചനം പറയുന്നു രണ്ട് സാക്ഷികൾ ഉണ്ടാവണം. രണ്ട് സാക്ഷികൾ. പുതിയ നിയമത്തിലും അത് വ്യക്തമായി പറയുന്നു, രണ്ട് വാമൊഴികൾ ഒരേപോലെ. അപ്പൊ രണ്ട് സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരു കാര്യം സത്യമാകത്തുള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? യേശു ക്രിസ്തു രക്ഷകനായി ജനിച്ചു എന്നുള്ള സത്യം സാക്ഷീകരിക്കാൻ ശിമയോന്റെ കൂടെ ദൈവം തെരഞ്ഞെടുത്തത് അന്നയാണ്. നിങ്ങൾ എത്ര പേര് പറയും? എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് രണ്ടുപേരുണ്ടാവണം. എന്റെ ദൈവത്തിന് തെറ്റിയില്ല. അന്നേ, നിന്റെ ചെറുപ്രായത്തിൽ ജീവിത തകർച്ച നിനക്കുണ്ടായെങ്കിലും, അന്നേ ആത്മ തകർച്ച ഉള്ള ഒരു ഗോത്രത്തിൽ നിന്നാണ് നീ വന്നതെങ്കിലും, അന്നേ നിന്റെ ആലയത്തിൽ ദൈവം നട്ടത് വെറുതെയല്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട് മകളെ, ദൈവത്തിനൊരു പദ്ധതിയുണ്ട് മകളെ. നാളെ ക്രിസ്തു എന്ന രക്ഷകന്റെ ജനനം സത്യമാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടതിന് രണ്ട് സാക്ഷികളിൽ ഒരു സാക്ഷി നീയാകാൻ, ഒരു സാക്ഷി നീയാകാനുള്ള ദൈവത്തിന്റെ ഓ കൃപ, കൃപ. എന്നോട് ദൈവാത്മാവ് ഇടപെടുക. തകർച്ച സംഭവിച്ച കൊണ്ട് ദൈവത്തിന് ചില ചെയ്യാനുണ്ടെന്ന് ആത്മാവിന്റെ ദൂതനപ്പെടുന്നു. തകർച്ച സംഭവിച്ച കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. പ്രാർത്ഥിച്ചേ, വാർത്ത പ്രാർത്ഥിച്ചേ. എല്ലാവരും വാ തുറന്ന് പ്രാർത്ഥിക്കും. തകർന്നിരിക്കുന്ന നീയില്ലേ, ഉടഞ്ഞിരിക്കുന്ന നീയില്ലേ, ഓ തെറ്റിച്ചിരിക്കുന്ന നീയില്ലേ, ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഓ ശാബാന ഹൂഡ തകർന്നിരിക്കുന്ന ഉടഞ്ഞിരിക്കുന്ന നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ദൈവത്തിന്റെ ചിലത് ചെയ്യാനുണ്ട്. അവർ നിന്നെ ആലയത്തിൽ നട്ടത് വെറുതെയല്ല, അവർ നിന്നെ ദൈവ സാന്നിധ്യത്തിൽ നട്ടത് വെറുതെയില്ല.
ഈ അറിയാത്ത ചിലവ് അവന്റെ പദ്ധതിയുണ്ട്. ആയുസ്സോടെ നിർത്തിയിരിക്കുന്നത് പദ്ധതിയുണ്ട്. ഓ പാലിക്കട്ടെ.